സാധാരണ അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ പറയാറുണ്ട് അവരുടെ നാക്കിൻ്റെ പുറത്ത് ഇങ്ങനെ വൈറ്റിഷ് റാഗ്ഡ് ബോർഡേഴ്സ് ആയിട്ട് ഇങ്ങനെ മാപ്പ് പോലെയൊക്കെ ലീഷൻസ് നിൽക്കുന്നുണ്ട്. ഇതെന്താണ്? ഇത് അസുഖമാണോ? ഇത് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ജോഗ്രഫിക്കൽ ടങ്. ഇതൊരു ഹാംലെസ് കണ്ടീഷനാണ്. ഇത് നമ്മുടെ നാവിൻ്റെ പുറത്ത് സാധാരണ കയ്യിൽ നമ്മുടെ ബമ്പി ആയിട്ടൊരു ഒരു പാപ്പിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നോർമലായിട്ട് ഇറഗുലർ റാഗ്ഡ് ബോർഡേഴ്സ് പോലെ പൊങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് ജോഗ്രഫിക്കൽ ടങ്. ആക്ച്വലി ഇതൊരു ഹാംലെസ് കണ്ടീഷനാണ്. ഇത് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റ് കുഴപ്പങ്ങളോ അസുഖങ്ങളോ ക്യാൻസർ കൊണ്ടോ അങ്ങനെ ഒന്നും വരുന്നതല്ല. ഇത് ക്യാൻസർ ആണോ, ഇത് വലിയ കുഴപ്പമാണോ, ഇത് എന്താണെന്ന് ചോദിച്ച് പലരും വരാറുണ്ട്. ഇതൊരു പെയിൻലെസ് ഹാംലെസ് കണ്ടീഷനാണ്. ഈ റാഗ്ഡ് ബോർഡേഴ്സിൻ്റെ ലീഷൻസ് മാറി മാറി വരും. ഒരു മാപ്പ് പോലെ ആയിരിക്കും ഇതിരിക്കുന്നത്. ഇത് ചില കുഞ്ഞുങ്ങൾക്ക് തോല് പോകുന്നതിനെ തുടർന്ന് ആഫ്റ്റർ സൾസേഴ്സ് പോലെ വരികയും വേദന വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻഡൈജഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ചില സമയത്ത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയൺമെൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയൊക്കെ ചെയ്താൽ മാത്രം മതിയാവും. ഇത് ഭയപ്പെടേണ്ട ഒരു അവസ്ഥയല്ല. ഇതൊരു നോർമൽ ഫിനോമിനൻ ആണ്. നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതിയാകും. പോഷകസമൃദ്ധമായ നോർമൽ ഫുഡ് കൊടുക്കുക, ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആക്കാൻ ശ്രമിക്കുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആക്കിയാൽ മാത്രം മതിയാകും. പിന്നെ ഓറൽ ക്യാവിറ്റിയുടെ നോർമൽ വൃത്തി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. താങ്ക്